Good morning to all. We have discussed about the topic is industrial fermentation products. Industrially fermentation നടത്തി ഉണ്ടാക്കുന്ന products ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first one ആണ് citric acid. Commercially used in food, soft drinks, certain pharmaceuticals and some other industries like dyes, ink, etc. അപ്പോൾ സിട്രിക് ആസിഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിലും അതേപോലെ തന്നെ ഡൈസ് ഇങ്സിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇത് എയറോബിക് ഫെർമെൻറ്റേഷൻ ആണ്, അതായത് പ്രസൻസ് ഓഫ് എയറിൽ നടക്കുന്ന ഫെർമെൻറ്റേഷൻ ആണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗസ് ലൈക്ക് ആസ്പെർഗില്ലസ് നിഗർ, ആസ്പെർഗില്ലസ് വെന്നി മുതലായിട്ടുള്ള ഫംഗസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനായി ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് മൊലൈസിസ്, അമോണിയം നൈട്രേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് മുതലായ മീഡിയമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസിനോടടുത്താണ് ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പി എച്ച് എന്ന് പറയുന്നത് 5.6 to 6 ആണ് ഇതിൻ്റെ പി എച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം ഒരു സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ദ നെക്സ്റ്റ് വൺ ആണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് അറിയാലോ, പാലിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ്. അത് ഫുഡ് പ്രിസർവേറ്റീവായിട്ടും അസിഡുലൻ ഇൻ കോൺഫെക്ഷനറി ഫ്രൂട്ട് ജ്യൂസസ് എക്സെട്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറി ഐറ്റംസ്, അതായത് ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, പിന്നെ ഫ്രൂട്ട് ജ്യൂസസ്, ഇതിലൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല മീറ്റിലും അതേപോലെ തന്നെ കാനഡ് വെജിറ്റബിൾസിലും ഒക്കെ ഒരു ക്യൂറിങ് ഏജൻസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഫെർമെൻറ്റേഷനാണ് ഓർ ബൈ കെമിക്കൽ മീൻസും കൂടിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സ് അതായത് സ്മോൾ ആയിട്ടുള്ള മൈക്രോബ്സിനെയാണ് ഫെർമെൻറ്റേഷൻ നടത്തുക. അതിനകത്ത് വരുന്ന സെവറൽ മൈക്രോബിയൽ സ്പീഷീസ് ലൈക്ക് ലാക്ടോബാസില്ലസ്, ഡെൽബുർഗി, എൽ ബുൾഗാരിക്കസ് ആൻഡ് എൽ പെൻഡോസസ് എക്സെട്ര ആർ യൂസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബാക്ടീരിയാസാണ് നമ്മൾ ഇതിനകത്ത് മൈക്രോബിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൊലൈസസ്, കോൺ ഷുഗർ, പൊട്ടാറ്റോ സ്റ്റാർച്ച്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊട്ടാറ്റോ സ്റ്റാർച്ച് ഈസ് യൂസ്ഡ് ആസ് എ കാർബൺ സോഴ്സിൽ നിന്നാണ് അത് വരുന്നത്. പിന്നെന്താണ്, ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു മീഡിയത്തിൻ്റെ ഒപ്പം തന്നെ ഒരു നൈട്രജൻ സോഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പി എച്ച് 5.5 to 6.5 ആണ് അതിൻ്റെ പി എച്ച്. പിന്നെ ഇത് പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൈറോബിക് ആണ്, ആബ്സെൻസ് ഓഫ് ഇയറിൽ നടക്കുന്ന ഒരു ഫെർമെൻറ്റേഷനാണിത്. പിന്നീട് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, അതായത് കുറച്ച് കാലം നമ്മൾ ആ ഒരു സെറ്റ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചറിലും പ്രഷറിലുമൊക്കെ ആ ഒരു ഇത് ഏകദേശം 5 മുതൽ 7 ദിവസം വരെ, അതായത് ഒരാഴ്ചത്തോളം സമയം വരെ നമ്മൾ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നീട് അതിന് ശേഷം നമുക്ക് ഈ ലാക്റ്റിക് ആസിഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നീട് അതിലേക്ക് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുകയും പിന്നീട് നമുക്കത് വേർതിരിച്ച് ലാക്റ്റിക് ആസിഡ് എടുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അമിനോ ആസിഡ്സ്. Microbes are capable of synthesizing many of essential amino acids using other amino acids or precursors. Some of them are produced in excess and excreted out. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ മൈക്രോബ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഈ അമിനോ ആസിഡ്സ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ സം അമീൻ ആസിഡ്സ് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള മൈക്രോബ്സിൻ വഴി അമിനോ ആസിഡ്സിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത്. പിന്നീടാണ് ശരിക്കുള്ള മൈക്രോബ്സിനൊക്കെ വെച്ചിട്ട് അമിനോ ആസിഡ്സിന് ഇൻഡസ്ട്രിയലി മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്നത്. ദിസ് മൈക്രോബിയൽ പ്രോപ്പർട്ടി ഈസ് എക്സ്പ്ലോയിറ്റഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമിനോ ആസിഡ്സ്. സെവറൽ അമിനോ ആസിഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ അമിനോ ആസിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് ലൈസിൻ ആൻഡ് ഗ്ലൂട്ടാമിക് ആർ കൊമേഴ്ഷ്യലി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അമിനോ ആസിഡ്സിൽ വരുന്നതാണ് ഗ്ലൂട്ടാമിനും ലൈസിനും. അത് വളരെയധികം ഇൻഡസ്ട്രീസിലും അത് നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ലൈസിൻ ഫ്രം കാർബോഹൈഡ്രേറ്റ്സ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് കൊറിനിബാക്ടീരിയം ഗ്ലൂട്ടാമിക്കം. അപ്പോൾ ലൈസിൻ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് നമ്മൾ റൈസ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അത് കൊറിനിബാക്ടീരിയം ഗ്ലൂട്ടാമിക്കത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊലൈസസ് ഈസ് യൂസ്ഡ് ആസ് ദ സബ്സ്ട്രേറ്റ്. അമോണിയ ഓർ യൂറിയയാണ് നമ്മളതിൻ്റെ മീഡിയ ആയിട്ട് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ പി എച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 7 വരെ പി എച്ചിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും.
പിന്നെ ടെമ്പറേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഇതിനും ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. 2 to 3 days വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എൻസൈംസ്. എ നമ്പർ ഓഫ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. ഇതും എന്താണ്, മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് കൊമേഴ്ഷ്യലി നമ്മളുണ്ടാക്കിയിരിക്കുന്നത്. ആ മൈക്രോ ഓർഗാനിസംസിൽ വരുന്നതാണ് അമിലേസ്, പ്രോട്ടിയേസസ്, ഗ്ലൂക്കോസ് ഐസോമേഴ്സ്, ഗ്ലൂക്കോസ് ഓക്സിഡേസസ്, റെനിൻ, പെക്റ്റിനേസസ്, ലിപ്പേസ് എക്സെട്ര ആണ് ആ ഒരു മൈക്രോ ഓർഗാനിസംസ്. The 7 microbial production of these enzymes are comparatively more economical. More economical എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാണിജ്യപരമായി വളരെയധികം ഇമ്പോർട്ടൻസും പ്രൊഡക്ഷനും ഒക്കെ ഉള്ള മൈക്രോബിയൽസ് വെച്ചിട്ടുള്ള ഫെർമെൻറ്റേഷനാണ്. ഓക്കെ, amylases are produced by several species of Bacillus licheniformis, Bacillus amyloliquefaciens etc. അപ്പോൾ അമിലേസ് ഉണ്ട് പ്രൊഡക്ഷൻ നടത്തുന്ന അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബാസില്ലസ് പോലെയുള്ള ബാക്ടീരിയസിൽ നിന്നാണ്. ആൻഡ് ആസ്പെർഗിലസ് ഒറേസേ മുതലായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഇൻ ബാക്ടീരിയസിൽ നിന്നാണ് അമിലേസിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. സ്റ്റാർച്ച് ഈസ് കോമൺലി യൂസ്ഡ് സബ്സ്ട്രേറ്റ്. Proteases are widely used in detergent industry and commercially produced by the bacterium Bacillus licheniformis. പിന്നെ പ്രോട്ടിയേസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്ടീരിയം ബാസില്ലസ് ലൈക്കനിഫോംസിൽ നിന്നാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The production is carried out in aerated fermenters containing suitable medium. എയറേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രസൻസ് ഓഫ് എയറിൽ നടക്കുന്ന സ്യൂട്ടബിൾ മീഡിയത്തിലും നമ്മൾ ആ ഒരു ഫെർമെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻസ് ഓർ വിറ്റമിൻസ്. വൺ ഓഫ് ദ ഇസെൻഷ്യൽ വിറ്റമിൻ പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ ഈസ് വിറ്റാമിൻ B12 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമ്മൾ ഇങ്ങനെയുള്ള മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. It can be extracted as a byproduct of stratomycin fermentation by adding cobalt salt to promote the cyanocobalamin production. അപ്പോൾ ഈ ഒരു വിറ്റാമിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്നതാണ് സ്ട്രാറ്റോമൈസിൻ. ഈ സ്ട്രാറ്റോമൈസിൻ പിന്നീട് ഫെർമെൻറ്റേഷൻ നടത്തും. അപ്പോൾ അതിനകത്ത് കൊബാൾട്ട് സോൾട്ട് ആഡ് ചെയ്യും. അത് സൈനോകോബളമിൻ്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, it can also be produced using Pseudomonas dendrificans, Bacillus megaterium, Propionobacterium മുതലായിട്ടുള്ള ബാക്ടീരിയാസിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് ആൻറ്റിബയോട്ടിക്സ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എന്താണ്, ചെറിയൊരു പനി വന്നാൽ നമ്മൾ കഴിക്കുന്ന പാരസിറ്റാമോൾ മുതൽ വലിയ രോഗങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ വരെ ഇന്ന് ആൻറ്റിബയോട്ടിക്സ് ആണ്. ഓക്കെ, natural antibiotics are secondary metabolites of a large number of microbes, especially fungi and soil bacteria of the group of actinomyces. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനിൽ മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫഞ്ചി ബാക്ടീരിയ. ഓക്കെ, they are inhibitory to pathogenic microorganisms and are highly useful in controlling infectious disease. അപ്പോൾ സോ മെനി ഡിസീസസ് ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് എഫക്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്ത് റിസൾട്ട് നൽകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. The discovery and development antibiotics have revolutionized the field of medicines. For industrial production of antibiotics, microbes are cultured in large fermentation containing the required culture media with suitable physiochemical conditions. അപ്പോൾ നമ്മൾ ലാർജ് സ്കെയിലിൽ ഫെർമെൻറ്റേഷൻ നടത്തുമ്പോൾ അപ്പോൾ നമ്മളിതിനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിസിയോ കെമിക്കൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, അതേപോലെ തന്നെ pH, ഓക്കെ, അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം ലാർജ് എമൗണ്ടിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ പെൻസിലിൻ ചെയ്യുകയാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പെൻസിലിയം ക്രിസോജിനം എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നീടാണ് നമ്മളത് ഫെർമെൻറ്റേഷൻ നടത്തുക. സോ അതിൽ നമ്മൾ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് കോൺസ്റ്റിപ്പ് ലിക്വർ, സോയ് മിൽ, ഈസ്റ്റ് എക്സ്ട്രാക്ട് ആൻഡ് ഹെ, pH അറൗണ്ട് 6.5. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ, അതായത് മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് pH എന്ന് പറയുന്നത് 6.5 ആണ്. After incubation for several days, penicillin is precipitated and extracted. പിന്നീട് സെവറൽ ഡേയ്സ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് വെക്കുകയും പിന്നെ പ്രിസിപ്പിറ്റേഷൻ നടത്തുകയും പിന്നെ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിൽ പെൻസിലിൻ കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ,
Penicillin is extracted from fermented broth and is purified by the counter current method ആണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. കെമിക്കലി മോഡിഫൈഡ് ഓർ സെമി സിന്തറ്റിക് പെൻസിലിൻ ലൈക്ക് ആംഫിസിലിൻ, പെനത്തേസിലിൻ എക്സെട്ര ഹാവ് ബെറ്റർ ക്ലിനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത് സെവറൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയെടുക്കുന്ന പെൻസിലുകളാണ്. അത് എന്താണ് വെരി എഫക്റ്റീവാണ്, ക്ലിനിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്. പിന്നെ ഒരു പിക്ചറിൽ ജനറൽ സ്ട്രക്ചർ ഓഫ് ലാക്ടം ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് സ്റ്റിറോയിഡ്സ്. മൈക്രോബിയൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റിറോയിഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നവരാണ് സ്റ്റെറോയിഡ്സ്. സ്റ്റെറോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഹോർമോൺസ് ആണ്. പ്രൊജസ്ട്രോണിനെയും ഇസ്ട്രജോൺസിനെയും പോലെയുള്ള നമ്മൾ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്റ്റെറോയിഡ്സ്. അത് എലിവേറ്റിംഗ് പെയിൻ, അലർജി, അതേപോലെ തന്നെ ആർത്രൈറ്റിസ് അതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അലർജി നമുക്കറിയാലോ, കുറേ അലർജികളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലർജീസ് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. എലിവേറ്റിംഗ് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദന സംഹാരിയായിട്ട്, പിന്നെ എന്താണ് ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ സന്ധിവാതം, ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റെറോയിഡ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. സോ സ്റ്റിറോയിഡ്സ് ഡെറിവേറ്റ്സ് എസ്പെഷ്യലി കോർട്ടിസോൺ ആൻഡ് ഹൈഡ്രോകോർട്ടിസോൺസ് ഹാവ് തെറാപ്യൂട്ടിക് യൂസിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, their production and transformation into the desired type of steroids are difficult and expensive. അപ്പോൾ രോഗത്തിനനുസരിച്ച് ഈ സ്റ്റിറോയിഡ്സിൻ്റെ മാറ്റം വരും. ചില സ്ഥലം സ്റ്റെറോയിഡ്സ് എക്സ്പെൻസീവ് ആണ്, വില കൂടുതലാണ്. ഓക്കെ, in the chemical synthesis of steroids, insertion of oxygen atom in the steroid ring is difficult and it can be easily accomplished by the certain fungi. Okay, in microbial industry, the steroid to be transformed into another product is added to the culture media containing all ingredients for microbial growth. അപ്പോൾ ഹയർ ഓർഗാനിസത്തിലോട്ട് നമ്മൾ ഫെർമെൻറ്റേഷൻ നടത്തി പോകുന്തോറും ആ ഒരു മൈക്രോബിയൽ ഓർഗാനിസം ഉണ്ടല്ലോ, അതിൽ ചില മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യൂലേ ഓരോ ഫെർമെൻറ്റേഷനിലും. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ എന്ത് പറ്റും, മൈക്രോബിയൽ ഗ്രോത്തിനെ അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇൻ ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബിയൽ ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രോകോർട്ടിസോൺ ഈസ് എ to chemical synthesis and is then subjected to fermentation by the fungi. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഡൈഹൈഡ്രോകോർട്ടിസോണിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിന് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് കെമിക്കൽ സിന്തസിസും പിന്നീട് ഫെർമെൻറ്റേഷൻ ബൈ ഫംഗി എന്ന് പറയുന്ന ഒരു ഇതാണ് അവിടെ ഉള്ളത്. അതിനകത്ത് നമ്മൾ കർവുലേറിയ ലോണ്ട എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് ക്യാരി ഔട്ട് ദ ട്രാൻസ്ഫോർമേഷൻ. അതിൽ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കർവുലേറിയ ലോണ്ടയാണ്. ദ മോഡിഫൈഡ് സബ്സ്റ്റൻസസ് ഈസ് എക്സ്ട്രാക്റ്റഡ്. ഇത്രയും ലാസ്റ്റ് നമ്മൾ ഫെർമെൻറ്റേഷൻ നടത്തുകയും പിന്നീട് പ്രിസിപിറ്റേഷനും എക്സ്ട്രാക്ഷനൊക്കെ നടത്തിയിട്ട് നമുക്ക് സ്റ്റെറോയിഡ്സ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വണ്ണാണ് SCP ഓർ സിംഗിൾ സെൽ പ്രോട്ടീൻസ്. 1966 കരോൾ എൽ വിൽസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. ടു ഡിനോട്ട് ദ ഡ്രൈഡ് മൈക്രോബിയൽ സെൽസ് ഓർ പ്രോട്ടീൻ എക്സ്ട്രാക്റ്റഡ് ത്രൂ മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, സ്ട്രോ, കാനറി ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് വേസ്റ്റേഴ്സ്, റെസിഡ്യൂസ് ഫ്രം ആൽക്കഹോൾ പ്രൊഡക്ഷൻ. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള മൈക്രോബിയൽ സെൽസ് അഥവാ പ്രൈറ്റിൻ എക്സ്ട്രാക്റ്റ് ചെയ്യും. എന്തുവഴി? മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ വഴി അത് എക്സ്ട്രാക്റ്റ് ചെയ്യും. നമ്മളതിനായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് വുഡ്, സ്ട്രോ, അതേപോലെ തന്നെ കാനറി, അതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ് വേസ്റ്റേഴ്സ്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ നടത്തുമ്പോൾ നമുക്കൊരു ഡ്രൈഡ് ആയിട്ടുള്ള മൈക്രോബിയൽ സെൽസ് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ വേസ്റ്റ് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമനും അനിമൽ എക്സ്ക്രീറ്റയാണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. വേരിയസ് ടെക്നിക്സ് ലൈക്ക് സെൻട്രിഫ്യൂഗേഷൻ, ഫ്ലോട്ടേഷൻ, precipitation, coagulation and semi-permeable membranes from the extract etc. are applied to increase the concentration level of the proteins. അപ്പോൾ നമ്മൾ വേരിയസ് ടെക്നിക്സ് ഏതൊക്കെയാണ്? സെൻട്രിഫ്യൂഗേഷൻ, അതുപോലെ ഫിൽട്രേഷൻ, മെംബ്രെയിൻ, അങ്ങനെ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യുകയും അങ്ങനെ എന്താണ് പ്രോട്ടീൻസിൻ്റെ ലെവൽ ഇതുവഴി കൂട്ടാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള തീം. ഓക്കെ,
റിമൂവൽ ഓഫ് വാട്ടർ കണ്ടൻറ്റ് ഈസ് നെസസറി ടു സ്റ്റെബിലൈസ് ദ മെറ്റീരിയൽ ഫോർ സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽസിൽ നിന്ന്. അതിനകത്ത് മെറ്റീരിയൽസ് മാത്രമായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ബട്ട് ഇൻ മോസ്റ്റ് ഇൻസ്റ്റൻസസ് SSAP പ്രൊഡക്ഷൻ ഈസ് നോട്ട് കറൻ്റ്ലി ഇക്കണോമിക്കൽ. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എന്താണ് ഇത് എക്കണോമിക്കലും വളരെ ബെനിഫിഷ്യലും ആണ്. അതുപോലെ തന്നെ ഇതിന് ചില ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മൈക്രോബ്സ് എംപ്ലോയിഡ് ഇൻ SSAP പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ഈസ്റ്റ് ആൻഡ് അതർ ഫഞ്ചൈ ബാക്ടീരിയ ആൻഡ് ആൽഗെ. ഇങ്ങനെയുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. What are they? Microbial biomass has a high level of nucleic acid content and hence the supply of SSAP need to be limited in the diets of monogastric animals. അപ്പോൾ ഈ ഒരു SSAPയിൽ എന്താണ് ന്യൂക്ലിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രോട്ടീൻസിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ മോണോഗാസ്ട്രിക് അനിമൽസിന് ഇത് വളരെ യൂസാണ്. മോണോഗാസ്ട്രിക് അനിമൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്ന അനിമൽസ് ഉണ്ടാവും, പക്ഷേ അവർ മാംസാഹാരം കഴിക്കില്ല. സോ എന്താണ് രണ്ടിനും ഗുണം വേണം, പക്ഷെ അവരത് കഴിക്കുന്നില്ല. പക്ഷെ എന്താണ് ഈ ഒരു SSAP അവർ കഴിക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു മാംസാഹാരത്തിൻ്റെ ഗുണവും അവർക്ക് ഇതിലൂടെ കിട്ടും. അത് കഴിക്കാതെ തന്നെ ഇതിലൂടെ അത് കിട്ടും. അതാണ് മോണോഗാസ്ട്രിക് അനിമൽസിൻ്റെ ഡയറ്റ്സിൽ ഇതെന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെസാർഡസ് ടു മാൻ ആസ് ഹി ഹാസ് ലിമിറ്റഡ് കപ്പാസിറ്റി ഡിഗ്രേഡ് ന്യൂക്ലിക് ആസിഡ്. അങ്ങനെ മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ അത് ഈസി ആയിട്ട് ന്യൂക്ലിക് ആസിഡ് ഈസി ആയിട്ട് ഡിഗ്രേഡ് ചെയ്ത് എനർജിയും പ്രോട്ടീൻസൊക്കെ റിലീസ് ചെയ്യും. Okay, purine compounds arising from RNA breakdown leads to increased uric acid level in plasma, which can cause gout and kidney stones. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എന്താണ് പ്യൂരിൻ്റെ കോൺസെൻട്രേഷൻ കോമ്പൗണ്ട്സ് എന്താണ് കൂടും. RNA ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ RNAയിൽ എന്താണ് പ്യൂരിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും അതുവഴി യൂറിക് ആസിഡ് ലെവൽ പ്ലാസ്മയിൽ കൂടാൻ ഇത് കാരണമാകുന്നു. അതുമാത്രമല്ല ഇത് കഴിയുന്നത് മൂലം എന്താണ് കിഡ്നി സ്റ്റോൺസിനും ഗൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധിവാതം മുതലായ രോഗങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോബിയൽ ബയോമാസ് പ്രൊഡക്ഷൻ. അപ്പോൾ മൈക്രോബിയൽ ബയോമാസ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മൈക്രോ ഓർഗാനിസംസ് ഹാവ് എ ഹൈ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് the rate of protein synthesis is faster than that in higher organisms. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരു വളരെ ചെറുതാണ് അല്ലേ, പെട്ടെന്ന് തന്നെ അത് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ആ ലിമിറ്റഡ് ടൈം പീരീഡ് കൊണ്ട് അവർ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ ഓർഗാനിസംസ് ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ growth rate of protein synthesis is faster than that in high organismsൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ അത് ഫാസ്റ്ററായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ഈസി ടു ജനറ്റിക്കലി മോഡിഫൈ മൈക്രോബ്സ് ഫോർ വാരിങ് ദ അമിനോ ആസിഡ്സ് കമ്പോസിഷൻ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള മൈക്രോബ്സ് ആണ് നമ്മൾ അമിനോ ആസിഡ്സിൻ്റെ കമ്പോസിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അമിനോ ആസിഡ്സിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ സമയത്തും ആ ഒരു വേരിയേഷൻസ് അമിനോ ആസിഡ്സിലും ആ ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, എ വെരി ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് 43 to 85% ഇൻ ദ ഡ്രൈ മാസ്. അപ്പോൾ ഏകദേശം ഒരു ഡ്രൈ മാസിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 43 മുതൽ 85% വരെയാണ് ഉള്ളത്. They can be grown on a variety of raw materials including waste products. Land requirement is low and is ecologically beneficial ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രധാനമായിട്ടും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ലാൻഡിനും ഇക്കോളജിക്കലും ഒക്കെ ബെനിഫിഷ്യലാണ്. ഇനി ഇതിൻ്റെ യൂസസ് ലൈഫ് സ്റ്റോക്ക് ഫീഡ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ലൈഫ് സ്റ്റോക്ക് ഫീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നുകാലികൾക്ക് ഒരു തീറ്റയും കൂടിയാണിത്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള മലിനീകരണങ്ങളും ഉണ്ടാവില്ല അല്ലേ. വേസ്റ്റ് കൃത്യമായിട്ട് എന്താണ് ഒരു രീതിയിൽ അതിങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ വരുന്നു. അതാണ് ഇതിൻ്റെ യൂസസ്. ഏതൊക്കെയാണ്? ലൈഫ് സ്റ്റോക്ക് ഫീഡ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. സോ താങ്ക് യു.